ഈ ലോകത്ത് ഭഗവാൻ ശിവന്റെ സാന്നിധ്യം ഏറ്റവും ശക്തമായി അനുഭവപ്പെടുന്ന 12 വിശുദ്ധ സ്ഥലങ്ങളുണ്ട്. അവയാണ് ജ്യോതിർലിംഗങ്ങൾ. കേവലം ക്ഷേത്രങ്ങളെന്നതിലുപരി ഭഗവാൻ ശിവൻ സ്വയം പ്രകാശരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ഓരോ കേന്ദ്രത്തിനും നൂറ്റാണ്ടുകളുടെ ഐതിഹ്യവും അത്ഭുതങ്ങളും വിശ്വാസങ്ങളും പറയാനുണ്ട്. ഭക്തർക്ക് അനുഗ്രഹങ്ങളും മോക്ഷവും നൽകുന്ന ഈ 12 ജ്യോതിർലിംഗങ്ങളെ പരിചയപ്പെടാം. സോമനാഥ് ജ്യോതിർലിംഗം, ഗുജറാത്ത്. ചന്ദ്രദേവൻ തന്റെ ശാപത്തിൽ നിന്ന് മോചനം നേടിയ സ്ഥലമാണിതെന്നാണ് വിശ്വാസം. സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം നിരവധി തവണ നശിപ്പിക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മല്ലികാർജുൻ ജ്യോതിർലിംഗം, ആന്ധ്രാപ്രദേശ്. ശ്രീശൈലം എന്ന മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ശിവനും പാർവതിക്കും സമർപ്പിച്ചിരിക്കുന്നു. ശിവനെ മല്ലികാർജുനനായും ദേവിയെ ഭ്രമരാംബികയായും ഇവിടെ ആരാധിക്കുന്നു. മഹാകാലേശ്വർ ജ്യോതിർലിംഗം, മധ്യപ്രദേശ്. ഉജ്ജയിനിലെ ഈ ക്ഷേത്രം ദക്ഷിണമുഖമായ ഏക ജ്യോതിർലിംഗമാണ്. തന്ത്രിക പൂജകൾക്കും ഭസ്മാഭിഷേകത്തിനും ഇത് പ്രസിദ്ധമാണ്. ഓംകാരേശ്വർ ജ്യോതിർലിംഗം, മധ്യപ്രദേശ്. നർമ്മദാ നദിയിലെ ഒരു ദ്വീപിൽ ഓം എന്ന ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പ്രശാന്തമായ ഒരന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. കേദാർനാഥ് ജ്യോതിർലിംഗം, ഉത്തരാഖണ്ഡ്. ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ചാർധാം യാത്രയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. വർഷത്തിൽ 6 മാസം മാത്രമേ ഇത് തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ. ഭീംശങ്കർ ജ്യോതിർലിംഗം, മഹാരാഷ്ട്ര. സഹ്യാദ്രി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഭീമൻ എന്ന അസുരനെ ശിവൻ വധിച്ച സ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാശി വിശ്വനാഥ് ജ്യോതിർലിംഗം, ഉത്തർപ്രദേശ്. വാരാണസിയിലെ ഗംഗാ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഹിന്ദുമതത്തിലെ ഏറ്റവും പവിത്രമായ സ്ഥലങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. മോക്ഷം ലഭിക്കാൻ ഇവിടെ ദർശനം നടത്തുന്നത് ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നു. ത്രയംബകേശ്വർ ജ്യോതിർലിംഗം, മഹാരാഷ്ട്ര. നാസിക്കിന് സമീപം ഗോദാവരി നദിയുടെ ഉദ്ഭവസ്ഥാനത്താണ് ഈ ക്ഷേത്രം. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നിവരെ പ്രതിനിധീകരിക്കുന്ന 3 ലിംഗങ്ങൾ ഇവിടെയുണ്ട്. വൈദ്യനാഥ് ജ്യോതിർലിംഗം, ജാർഖണ്ഡ്. രാവണൻ ശിവനെ പ്രീതിപ്പെടുത്തി ആത്മലിംഗം നേടിയ സ്ഥലമാണിത്. എന്നാൽ രാവണന്റെ അഹങ്കാരം കാരണം ലിംഗം ഇവിടെ സ്ഥാപിക്കപ്പെട്ടു എന്നാണ് ഐതിഹ്യം. നാഗേശ്വർ ജ്യോതിർലിംഗം, ഗുജറാത്ത്. ഈ ജ്യോതിർലിംഗത്തിന്റെ സ്ഥാനം സംബന്ധിച്ച് ചില തർക്കങ്ങളുണ്ടെങ്കിലും ഗുജറാത്തിലെ ദ്വാരകയ്ക്കടുത്തുള്ള നാഗേശ്വർ ക്ഷേത്രമാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടത്. ഭക്തരെ വിഷബാധയിൽ നിന്ന് സംരക്ഷിക്കുന്ന ശിവന്റെ രൂപമാണിത്. രാമേശ്വരം ജ്യോതിർലിംഗം, തമിഴ്നാട്. രാവണനെ വധിച്ച ശേഷം രാമൻ ശിവനെ ആരാധിച്ച സ്ഥലമാണിത്. രാമനാൽ സ്ഥാപിക്കപ്പെട്ട ലിംഗമാണിതെന്നാണ് വിശ്വാസം. കൃഷ്ണേശ്വർ ജ്യോതിർലിംഗം, മഹാരാഷ്ട്ര. എല്ലോറ ഗുഹകൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഭക്തയായ കുഷ്മയുടെ ഭക്തിയിൽ പ്രസാദിച്ച് ശിവൻ സ്വയം പ്രത്യക്ഷപ്പെട്ട സ്ഥലമായാണ് അറിയപ്പെടുന്നത്. ഈ 12 ജ്യോതിർലിംഗങ്ങളും ശിവഭക്തർക്ക് വളരെ പ്രാധാന്യമുള്ള പുണ്യസ്ഥലങ്ങളാണ്. ഇവയെല്ലാം ശിവന്റെ ശക്തിയുടെയും സാന്നിധ്യത്തിന്റെയും പ്രതീകങ്ങളായി കണക്കാക്കപ്പെടുന്നു.